ഗൂഢമഹാ മഞ്ചിഷ്ടാദി കഷായം ശാരീപാദ്യാസവം പുനർനവാസവം യോജിപ്പിച്ച് കഴിക്കുകയും ചെയ്യാം. നിറമാറും. അടുത്ത തലമുറയെ രക്ഷിക്കാനൊന്നും പോകണ്ട, കഴിച്ചു നോക്കി സ്വയം രക്ഷപ്പെടുക. ദയവായി ഇതിന് മറുപടി തരുമല്ലോ. വീട് പണിയുമ്പോൾ പിന്നീട് ദോഷമുണ്ടെന്ന് കണ്ടാൽ എന്താണ് പ്രതിവിധി? വീടിന് ദോഷമുണ്ടെങ്കിൽ, പണിത് കഴിഞ്ഞാണെങ്കിൽ ദോഷമൊന്നുമില്ല. പണിത് കഴിഞ്ഞാണെങ്കിൽ ദോഷമൊന്നും നോക്കണ്ട. അതിന് വീടിനടുത്ത് വെച്ച് പിടിപ്പിക്കാവുന്ന വൃക്ഷങ്ങളുണ്ട്, ദേവവൃക്ഷങ്ങൾ. അവ വെച്ച് പിടിപ്പിക്കുക. പിന്നെ ആളുകൾക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു ഭയം വന്നിട്ടുണ്ട്, ഒരു പഞ്ചശിരസ് വാങ്ങിച്ച് സ്ഥാപിക്കുക, ചില്ലറ പൈസ കൊടുത്ത്. നിങ്ങളുടെ വീട്, അതിൻ്റെ ജന്മദിനം, അതായത് നിങ്ങൾ കയറി താമസിച്ചതിന്, ആ ദിനം നോക്കി എന്തെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു ചടങ്ങും ചെയ്തേക്കുക. അപ്പം മനസ്സിൽ നിന്നത് മാറി കിട്ടും. അതിൽ കൂടുതൽ പണിക്കൊന്നും പോകണ്ട. മനുഷ്യരോടും മറ്റെല്ലാ ജീവജാലങ്ങളോടും പ്രകൃതിയോടും സ്നേഹം ചൊരിഞ്ഞ് ജീവിച്ച ആ പഴയ കാലഘട്ടം നഷ്ടപ്പെട്ടതിൽ നാമെല്ലാം വളരെ ദുഃഖിതരാണ്. വരും തലമുറയ്ക്ക് ആ നന്മ നിറഞ്ഞ കാലം തിരിച്ചു കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പം മുതൽ ജീവിച്ചു തുടങ്ങുക. ബസ്, വളരെ സിമ്പിൾ. അല്ല അതിനെ ഓർത്ത് കരഞ്ഞിട്ട് നമ്മളതിനൊക്കെ അനുകമ്പ കാണിക്കുന്നു എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് മുതൽ ജീവിക്കുക. ഒരു തിരിച്ചു പോകാനൊന്നുമില്ല. ഇപ്പം മുതൽ അങ്ങോട്ട് ജീവിച്ചാൽ മതി. തിരിച്ചതിന് വേറെ സ്ഥലത്ത് നിന്നൊന്നുമല്ല, ഇവരൊക്കെ ഇവിടെ തന്നെയാണ് അങ്ങനെ ജീവിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് ഇനി അമേരിക്കയിൽ പോയി ഇങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല. ഇവിടെ തന്നെ ജീവിച്ചാൽ മതി. തിരിച്ച് പോകണ്ട, കാലവും പുറകോട്ട് പോകണ്ട. ഇപ്പം തന്നെ അങ്ങ് ജീവിച്ചാൽ മതി. സ്ത്രീകൾ പഴയ നന്മ പറഞ്ഞ അമ്മമാരാകാൻ എന്താണ് വഴി? ഇത് അതിനൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ നന്നാകുക. അപ്പോൾ അവരും നന്നാവും. നമ്മളുടെ സങ്കല്പങ്ങൾ നേരെയായാൽ അവർ നന്നാവും. അതുവാ, അതിനൊന്നും ഗവൺമെൻറ്റിന് തടയാൻ പറ്റില്ല. ഗവൺമെൻറ് ജോലി തരികയില്ലെന്നേ ഉള്ളൂ. ഗവൺമെൻറ് ജോലി തരികയില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറയും. കാരണം സ്കൂളിലൊക്കെ പിള്ളേർ കുറഞ്ഞു, മാൻ പവർ കുറഞ്ഞു, പലയിടത്തും ജോലിക്ക് ആളെ കിട്ടാനില്ല. അപ്പോൾ ഗവൺമെൻറ് പുതിയ നിയമമൊക്കെ കൊണ്ടുവരും. കൂടുതൽ പ്രസവിക്കുന്നവർക്ക് ആനുകൂല്യങ്ങളൊക്കെ വരും. അതിങ്ങനെ ഗവൺമെൻറ് മാറി മാറി കൊണ്ടുവന്നോളും. അഭിഷേകം ഗവൺമെൻറ് ജോലി തരികയില്ലെന്നേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ സമീപഭാവിയിൽ തന്നെ സ്വന്തം അനുഭവത്തിൽ വരുന്നതിൻ്റെ രഹസ്യം അത് ചിലർക്ക് ചില കാലം ഒത്തിടും എന്നേ രഹസ്യമുള്ളൂ. എല്ലാവർക്കും എല്ലാ കാലവും ഒക്കില്ല. അക്ഷിപുരുഷ വിദ്യയിലൂടെ എങ്ങനെ ആത്മാനുഭൂതി? അക്ഷിപുരുഷ വിദ്യ എന്ന് പറയുന്നത് സൂര്യോപാസനയാണ്. അക്ഷിപുരുഷനെ ഉപാസിക്കുമ്പോൾ നീ കണ്ണുകളെ മാത്രമേ ഉപാസിക്കുന്നുള്ളൂ, നിൻ്റെ കണ്ണുകൾ വീണു പോകാതിരിക്കട്ടെ എന്ന് അശ്വപതി പറയുന്നുണ്ട്. അതുകൊണ്ട് സമഗ്ര ഉപാസനയല്ല. അക്ഷിപുരുഷനെ ഉപാസിക്കുമ്പോഴും ദ്യോവിനെ ഉപാസിക്കുമ്പോഴും പിന്നെ ആകാശത്തെ ഉപാസിക്കുമ്പോഴും, ആകാശം ദേഹമധ്യമാണ്. ജലത്തെ ഉപാസിക്കുമ്പോഴത് മൂത്രസ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് സമഗ്രമായതില്ല. സമഗ്രമായി ഉപാസിക്കണമെങ്കിൽ വൈശ്വാനര ദർശനത്തെ ഉപാസിക്കുന്നതാണ് ഉത്തമം. ഗുണാതീതനായൊരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം? അദ്ദേഹത്തിൻ്റെ രൂപഭാവ സംഭാഷണങ്ങളിൽ എന്തെങ്കിലും ഉന്മത്തവത്, ബാലവത്, പിശാചവത്. പ്രൗഢമായി നാരദൻ പറഞ്ഞിട്ടുണ്ട്, ഉന്മത്തവത്, ബാലവത്, പിശാചവത്. അതുകൊണ്ട് തിരിച്ചറിയാതിരിക്കുകയാണ് ഈ പറഞ്ഞ ലക്ഷണം വെച്ച് നല്ലത്. മാത്രമല്ല, ഇയാളെ തിരിച്ചറിഞ്ഞിട്ട് എന്ത് കാര്യം? നല്ലപോലെ പൂജിക്കാനാണ് എങ്കിൽ ഗീതയിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ലക്ഷണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ അങ്ങ് പഠിച്ചാൽ മതി. അതുകൊണ്ട് ഗുണാതീതനായ ബ്രഹ്മനിഷ്ഠനായ വ്യക്തിയെ ഗീത സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അഷ്ടാവക്ര ഗീത ജീവൻ മുക്തി ലക്ഷണത്തിൽ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ മതി. പിന്നെ നോക്കുന്നത് നമ്മളിൽ കൂടെ ആയതുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഇനിയിപ്പോൾ ഇതിൻ്റെ ലക്ഷണമൊക്കെ പറഞ്ഞു തന്നാൽ തന്നെ നമ്മളല്ലേ നോക്കുന്നത്. അതുകൊണ്ട് അതായിത്തീരാൻ ശ്രമിക്കൂ, അതാണ് നല്ലത്. വ്യക്തിയെ കാണാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ആത്മസാക്ഷാത്കാരം നേടി ഒരാൾക്ക്, അങ്ങനെയുള്ളൊരവസ്ഥയിലെത്തിയ ഒരാൾക്ക് നിങ്ങളയാളെ പൂജിച്ചാലും നിങ്ങളയാളെ നിന്ദിച്ചാലും സമമാണ്. പിന്നെ
അയാൾക്കും യാതൊരു പ്രയോജനവുമില്ല, നിങ്ങൾക്കും കാര്യമായ പ്രയോജനമില്ല. അതുകൊണ്ട് നിങ്ങളതാകാൻ ശ്രമിക്കുക. അതൊരു രസമുള്ള പണിയാണ്. നിങ്ങളിപ്പോൾ അയാളെ നിന്ദിച്ചു, അത് അയാൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. നിങ്ങളിനി അങ്ങ് തോളിലേറ്റ് നടന്നു, അതും അയാൾക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. മറിച്ച് അല്ലാത്തവരെയാണെങ്കിൽ പൂജിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്താൽ വല്ലതൊക്കെ അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഒന്ന് നിന്ദിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് അയാൾ അത് നേടിയതായി എപ്പോഴെങ്കിലും തിരിച്ചറിയുമോ? അത് നേടിയ ആൾ ചോദിക്കേണ്ട ചോദ്യമാണ്, അല്ലാതെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നേടിയ ആൾ പറയേണ്ട ഉത്തരവുമാണ്. അതുകൊണ്ട് നമുക്കത് തൽക്കാലം മാറ്റി വെക്കാം. ഒരു ചോദ്യം ശക്തം, ബാക്കിയുള്ളതൊക്കെ ഒരുമാതിരി ഇതായിട്ട് നിങ്ങളങ്ങ് ചുമ്മാ ചോദിക്കാൻ വേണ്ടി എഴുതിയതാണെന്ന് തോന്നുന്നു. സത്വരജസ് തമോ ഗുണങ്ങളെ ഭക്ഷണം സ്വാധീനിക്കുന്നതായി പറഞ്ഞു കേൾക്കും. ശരിയാണ്, 100% ശരിയാണ്. സത്വ ഭക്ഷണങ്ങളുണ്ട്. ഭഗവത്ഗീത ഗുണത്രയ വിഭാഗ യോഗത്തിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്. സാധ്വന്നങ്ങൾ, അതായത് സ്നിഗ്ധങ്ങളും മധുരങ്ങളുമായ ഹൃദ്യങ്ങളായ ഭക്ഷണങ്ങൾ സാത്വികമാണ്. അതേപോലെ തന്നെ കട്ടു അമ്ല ലവണ തീഷ്ണ അത്യുഷ്ണ വിദാഹികളായ ഭക്ഷണങ്ങൾ രാജസങ്ങളാണ്. യാതയാമം ഗതരസം അങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം താമസങ്ങളാണ്. അതുകൊണ്ടത് നിശ്ചയമായും ഉള്ളതാണ്. ഭക്ഷണം സ്വാധീനിക്കും. എന്നാൽ അവനവൻ്റെ ഗുണമനുസരിച്ചുള്ള ഭക്ഷണമേ കഴിക്കാവൂ, അല്ലെങ്കിൽ അതും വേറെ കുഴപ്പങ്ങളുണ്ടാക്കും. സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിലൂടെ ധ്യാനാത്മകമായി ലഭിക്കുന്ന ആനന്ദം ചിലപ്പോൾ ചിലർക്ക് ലഭിക്കാറുണ്ടെന്ന് ഗുരു നിത്യചൈതന്യതയുടെ ധ്യാനം എന്ന സഹജാവസ്ഥ എന്ന പുസ്തകത്തിൽ ബൃഹദാരണ്യകത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞിരിക്കുന്നതായി വായിച്ചു. ഇതെത്രത്തോളം ശരിയാണ്? സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിലൂടെ എന്ന പദമല്ല അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓരോ ഓർമ്മ. ബൃഹദാരണ്യകത്തിൽ പറയുന്ന ഒരു തരം ഭാര്യാഭർത്തൃബന്ധമുണ്ട്, കാമനയില്ലാതെ. അത് ഗൃഹസ്ഥൻ സന്യാസി ധ്യാനാത്മകമായി അനുഭവിക്കുന്ന സഹജമായൊരു ധ്യാനാവസ്ഥയാണ് എന്ന് എഴുതി പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനെ വികലമായി എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും സ്ത്രീയും പുരുഷനും തമ്മിൽ കാണിക്കുന്ന കാമപ്പേക്കൂത്തുകളെല്ലാം സഹജമായ ആനന്ദമാണെന്ന് എതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശാപം പോലും വന്ന് വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാമെന്ന് തോന്നുന്നു. പുസ്തകം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചേ വായിക്കാവൂ. അദ്ദേഹം വളരെ ഭംഗിയായാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനും വായിച്ചാണെന്ന് തോന്നുന്നു ആ ഭാഗം. ബൃഹദാരണ്യകത്തിൻ്റെ വ്യാഖ്യാനത്തിലാണെന്ന് തോന്നുന്നു, അല്ലേ? എവിടെയാണോ പറഞ്ഞത്. അതുകൊണ്ട് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധമല്ല. സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും പോലും ആണെന്ന് നിയമമില്ല. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ മര്യാദയിലുണ്ടാകുന്ന ബന്ധത്തിൽ നിശ്ചയമായും അത് ധ്യാനാത്മകമാണ്, അത് ആനന്ദമാണ്. അതിനെപ്പറ്റി ശങ്കയൊന്നും വേണ്ട. അത് സന്യാസിമാർ സഹജമായി അനുഭവിക്കുന്ന, അവരുടെ പ്രകൃതിയിൽ അനുഭവിക്കുന്ന ആനന്ദത്തിന് സമമാണെന്ന് പറയുന്ന വേറെയും ഗ്രന്ഥങ്ങളുണ്ട്. അഷ്ടാവക്രഗീതയുടെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുമ്പോൾ മാതാ അമൃതാനന്ദ മയി ദേവിയും സാവിബാബയും മറ്റും ചെയ്യുന്നത് ഭാരതീയ ചിന്തയ്ക്ക് വിരുദ്ധമല്ലേ? നമ്മളങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ഒന്ന്, ഞാൻ ഈ 2 സ്ഥലങ്ങളിലും അവർ ചെയ്യുന്നത് എന്താണെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അറിയില്ലാത്തൊരു കാര്യത്തെപ്പറ്റി പറയുന്ന അഭിപ്രായങ്ങൾ വിഡ്ഢിത്തമായിരിക്കും. പറഞ്ഞ് കേൾക്കുന്നത് വെച്ച് നിങ്ങൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി പറഞ്ഞാൽ ആ ചെയ്തി വിരുദ്ധമാണോ അല്ലയോ എന്ന് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞ ആ ചെയ്തി അവർ ചെയ്യുന്നു എങ്കിൽ അത് വിരുദ്ധമാണെന്ന് പറയാം. ഒന്ന്, ഈ 2 സ്ഥലങ്ങളിലും എനിക്ക് അത്ര വലിയ പരിചയമില്ല. അമൃതാനന്ദമയി മഠത്തിൽ ആ അമ്മ ഇല്ലാത്ത ഒരു കാലത്ത് 8 ദിവസം പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അവിടുത്തെ വ്യക്തികളെ ഒന്നും പരിചയപ്പെട്ടിട്ടില്ല. രാവിലെ 6 മണിക്ക് ചെല്ലും, എൻ്റെ ക്ലാസ് എടുക്കും. 8 മണിയാകുമ്പോൾ ഞാൻ തിരിച്ചു പോരും. വൈകുന്നേരം
6:30 മണിക്ക് ചെല്ലും, 8:30 മണി വരെ ക്ലാസ് എടുക്കും, തിരിച്ചു വരും. അവിടെ താമസിച്ച് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യമായി പറഞ്ഞു കേൾവികളില്ലാത്ത, കാരണം ഞാൻ അത്തരം വിഷയങ്ങൾ ആരുമായും ചർച്ച ചെയ്യാറില്ല, അതുകൊണ്ട് കാര്യമായി പറഞ്ഞു കേൾവികളില്ലാത്ത, നേരിട്ടറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വരെ ഞാനിവിടെ ഇരുന്നൊരു മൈക്ക് കിട്ടിയിട്ട് വിളിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നേരം എടുത്ത ക്ലാസ്സിൻ്റെ ആ ഒരു തലം പോലും മര്യാദകേടായി മാറും. നിങ്ങൾ ചോദിച്ചു എന്നുള്ളത് കൊണ്ടെല്ലാം അറിയുന്നയാളല്ല ഞാൻ. ഇത്തരം ലൗകിക വിഷയങ്ങൾ പഠിക്കാൻ ഞാൻ അധികം മെനക്കെടാറുമില്ല. കാരണം പിടിപ്പത് വേറെ കാര്യങ്ങളുള്ളപ്പം മറ്റുള്ളവരെ പറ്റി പഠിച്ച് നേരം കളയുക. അത് അഷ്ടാവക്ര ഗീത പഠിച്ചിട്ട് നിങ്ങൾ ഇതൊന്നും പഠിക്കാൻ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തരും അവരവരുടെ പ്രാരബ്ധങ്ങളിലൂടെ ജീവിക്കുന്നു. അവരുടെ ലോകം ഉണ്ടാക്കുന്നു, അവരുടെ ലോകത്ത് ജീവിക്കുന്നു. ആ ലോകത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലോകവുമായി നിയമാനുസൃതമായ കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾക്കും എനിക്കും നടത്താം. ആ ലോകവുമായി ബന്ധമുള്ള ലോകങ്ങളിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, എല്ലാ രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളില്ല. ആം ഐ റൈറ്റ്? എല്ലാ രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളില്ല. അതുകൊണ്ട് ആ രാജ്യങ്ങളൊന്നും നിലനിൽക്കാതിരിക്കുന്നില്ല. മനസ്സിലായോ എന്നറിയില്ല. എല്ലാ രാജ്യങ്ങളും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളില്ല, അതുകൊണ്ട് ആ രാജ്യങ്ങൾ നിലനിൽക്കാതിരിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ, നിങ്ങൾക്ക് അവരുമായി നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത ലോകങ്ങളാണെങ്കിൽ വേറൊരു ലോകത്ത് നിങ്ങൾ ജീവിക്കുക, അവരെ അവരുടെ ലോകത്തിലേക്ക് വിട്ടേക്കുക. എന്തിനാവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് നമ്മുടെ തലയൊക്കെ കളയുന്നു. അതുകൊണ്ട് അഷ്ടാവക്രഗീതയുടെ അടിസ്ഥാനത്തിൽ മാതാ അമൃതാനന്ദമയിയെ പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് അഷ്ടാവക്രഗീതയെ മഹാമോശമാക്കുന്നതിന് തുല്യമാണ്. കാരണം അമൃതാനന്ദമയിയെ പഠിക്കാൻ അഷ്ടാവക്രഗീത വല്ലതും വേണം. നിങ്ങളവിടെ പോയി കുറേ കാലം കൂടിയാൽ പോരെ? അപ്പം നിങ്ങളുടെ ചോദ്യം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ച അഷ്ടാവക്രഗീത ഒരു ടേപ്പിൻ്റെ നീളമുള്ളതാണെന്ന് തോന്നുന്നു. അമൃതാനന്ദമയിയുടെ വണ്ണവും നീളവും പിടിക്കാൻ. ചോദ്യം ചോദിച്ചവരോടൊരു ബന്ധമില്ല പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷേ എങ്കിലും എനിക്കിഷ്ടം അതാണ്. അതുകൊണ്ട് അഷ്ടാവക്രഗീതയൊന്നും എടുത്ത് ടേപ്പാക്കരുത്. പിന്നെ അമൃതാനന്ദമയും സായിബാബയും ഒക്കെ എന്നെയും നിങ്ങളെയും ഒക്കെ അഷ്ടാവക്രഗീതയിൽ പറഞ്ഞ സകലതും ഈശ്വര സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെയുള്ള പ്രാധാന്യം പോലെ അറിയാവുന്ന ആ ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. നമ്മളുടെ ലോകം അവരുടേതല്ലെങ്കിൽ ബന്ധപ്പെടാതിരിക്കുക. അതല്ല, അവരുമായി ബന്ധങ്ങളുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് എതിർക്കാൻ പോകരുത് എന്നൊരു അഭിപ്രായമുണ്ട്. എതിർത്താൽ കുറേ കാലം കഴിഞ്ഞ് അവിടെ പോയി താമസിക്കേണ്ടി വരും, അനുകൂലിച്ചാലും പോകേണ്ടി വരും. രണ്ടും ഇല്ലെങ്കിൽ അവനവൻ്റെ വഴി കൂടെ പോവാം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒന്നിനെയും എതിർക്കാതിരിക്കുക, ഒന്നിനെയും അധികമായി അനുകൂലിക്കാതിരിക്കുക. അതാണ് നല്ലത് എന്നാണ് ചോദ്യകർത്താവിനോടുള്ള എൻ്റെ ഉപദേശം. ഇത് ഒറ്റ ചോദ്യകർത്താവിൻ്റെ ചോദ്യം തോന്നുന്നില്ല. അല്ല, ഇത് സ്വാമിയുടെ അഭിപ്രായം ഇതേക്കുറിച്ച് എന്താണെന്ന് അറിയാനുള്ളൊരു കുസൃതിയും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഇത് കാര്യങ്ങളൊക്കെ ഒരുമാതിരി അറിഞ്ഞിട്ട് സ്വാമി എന്തു പറയുന്നു, അഡ്വൈസ് അല്ല. മാത്രമല്ല, മറ്റുള്ളവരെ അളക്കാൻ ഞാൻ തുടങ്ങിയാൽ അതൊരു കുഴഞ്ഞ കേസ് കേട്ടാണ്. ഇതുവരെ ചെയ്യാതെ നിങ്ങളെ ഉൾപ്പെടെ, ഈ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളെപ്പറ്റി പോലും ഒരളവുകോലെടുക്കുവാൻ മാനദണ്ഡങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഇതുവരെ അളക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സും ബുദ്ധിയും വെച്ച് എന്നെയാണ്. അതെത്ര ദശാങ്കുലമുണ്ടെന്ന്. അതിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ എന്തിന് ബാക്കിയുള്ളതിനെയൊക്കെ അളക്കണം. അതുകൊണ്ട് അളക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നെടുക്കുക.